വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഒരു സ്റ്റഡി വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ജനുവരി 26. അപ്പോൾ ഇന്ന് രാവിലെ ഒന്നും ഞാനൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാത്രിയാണ് ഇന്ന് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ മാത്സ് തന്നെയാണ് പഠിക്കുന്നത്. സോളിഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചിട്ടും തീരാത്ത പോലെ തോന്നുന്നുണ്ട്. 2-3 ദിവസം ഇതിനെക്കൊണ്ട് തന്നെ ഞാൻ കളിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഗൈസ് ഇന്നും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യാണ്, പിന്നെ ക്ലാസ്സസ് കാണാണ്, ഇതൊക്കെ തന്നെയാണ് പരിപാടി. അപ്പോൾ എ ഡി സാർ എന്ന് വെച്ചാൽ ഒരു കൺസെപ്റ്റ് പറഞ്ഞു തരും, അതിൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്തു തരും, എന്നിട്ടാണ് പിന്നെ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നത്. ഈ ദിവസത്തെ ഈ ഒരു സ്റ്റഡി വ്ളോഗ് ശരിക്കും വളരെ കുട്ടി സ്റ്റഡി വ്ളോഗാണ്. എന്ന് വെച്ചാൽ കുറച്ച് നേരെ, അതായത് പിന്നെ രാത്രി ഉറങ്ങാനായല്ലോ, അപ്പോൾ അത്ര നേരത്തെ ഉള്ളതേ ഉള്ളൂ ഇത്. അതുകൊണ്ട് ഞാൻ അടുത്ത ദിവസത്തതും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പത്തേ കാലൊക്കെ ആകുമ്പോൾ തന്നെ ഞാൻ മതിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത ദിവസം പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജനുവരി 27 വീഡിയോ ആണിത് കാണുന്നത്. ഇന്നും ഞാൻ മാത്സ് തന്നെയാണ്, പക്ഷെ ചാപ്റ്റർ വേറെയാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞ ലാസ്റ്റ് ചാപ്റ്റർ, അതാണ് ഞാൻ പഠിക്കുന്നത്. അതിലെ ഒരൊറ്റ വീഡിയോ ആണ്, മറ്റേ 1 ഷോട്ട് റിവിഷൻ എന്ന് പറഞ്ഞൊരു വീഡിയോ ആണ്. അത് തന്നെയാണ് അസ്ത്ര ബാച്ചിലുള്ളത്. അപ്പോൾ അത് തന്നെയാണ് ഞാൻ കാണുന്നത്. കമ്പാരിറ്റീവ്ലി കുറച്ച് ഈസി ആയിട്ടുള്ള ഒരു പാഠം തന്നെയാണിത്. വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻസോ അങ്ങനെ ഒന്നും പഠിക്കാനില്ല. ജസ്റ്റ് ഒരു സാധാരണ കണക്ക് തന്നെയാണിത്. അപ്പോൾ ചില ട്രിക്കുകൾ നമ്മൾ മനസ്സിലാക്കിയാൽ ഈ ചാപ്റ്റർ ഭയങ്കര ഈസിയാണ്. അതിനുശേഷം ഉച്ചക്ക് ഞാൻ കെമിസ്ട്രി പഠിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. മെറ്റൽസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്ററില്ലേ, അത് തന്നെയാണ് ഞാൻ പഠിക്കുന്നത്. അത് മുതലാണ് എനിക്ക് നല്ലോണം, ഞാനൊന്നും പഠിക്കാത്തൊരു ചാപ്റ്റർ തന്നെയാണത്. അതായത് ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള പാഠഭാഗങ്ങളാണത്. ക്രിസ്മസ് എക്സാമിനുണ്ട് സംഭവം ഈ ചാപ്റ്റർ, പക്ഷേ പകുതി വരെയല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം മുതലേ തന്നെ അത് പഠിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, അതായത് കെമിസ്ട്രിയിൽ ഞാനും ഓൺലൈൻ ക്ലാസ് ഒന്നും കാണില്ല. എനിക്ക് അത് മനസ്സിലാവൽ കുറച്ച് കുറവാണ്, ഒന്നും അങ്ങനെ മനസ്സിലാവില്ല. പക്ഷേ ചില ടോപ്പിക്സ് മാത്രം ഉണ്ടല്ലോ. ഇപ്പം ഈ ഒരു ചാപ്റ്ററിൽ തന്നെ ഇരുമ്പിൻ്റെ നിർമ്മാണം എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക്, അത് മാത്രം എനിക്ക് സംശയം വരുന്ന സമയത്ത് ഞാൻ യൂട്യൂബിൽ കയറിയിട്ട് ക്ലാസ്സസ് നോക്കാറുണ്ട്. അല്ലാത്ത സമയത്ത് ഞാൻ അസ്ത്രയിലായാലും ഞാൻ കെമിസ്ട്രിയുടെ ആദ്യത്തെ ചാപ്റ്റർ മാത്രമേ ഞാൻ ഫുള്ളായിട്ട് കണ്ടിട്ടുള്ളൂ. അത് ഞാൻ ആ വെക്കേഷനിൽ കണ്ടതാണ്. അപ്പം തന്നെ മനസ്സിലായി എനിക്ക് ഓൺലൈൻ ക്ലാസ് അത്ര ഒരു വർക്ക് ആവില്ല എന്നുള്ളത്. പിന്നെ ഞാൻ തന്നെ ഇങ്ങനെ പഠിക്കലാണ്. പിന്നെ ഈ കെമിസ്ട്രി ഞാൻ ഈ എഴുതുന്ന ഈ നോട്ട് ഞാൻ അവസാനം കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ യൂസ്ഫുൾ ആവുന്നവർക്ക് അത് യൂസ്ഫുൾ ആവുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ്. ഈ ചാപ്റ്റർ തന്നെ പഠിച്ചാലും തീരാത്ത ഒരു ചാപ്റ്ററായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്കിപ്പോഴും അത് അത്ര സെറ്റൊന്നും ആയിട്ടാ. അപ്പോൾ ഇതാണ് ഞാൻ എഴുതിയ നോട്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര ഷോർട്ടൊന്നുമല്ല, കുറേ പേജെല്ലാം ഉണ്ട്. എനിക്കറിയില്ല ഇനിയും എങ്ങനെ ഷോർട്ടാക്കൽ എന്നുള്ളത്. മാത്രമല്ല ഇതിൽ കുറേ സയൻറ്റിഫിക് ആയിട്ടുള്ള കുറച്ച് നെയിംസ് എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് തന്നെയാണ് നമ്മൾ എഴുതേണ്ടത് പരീക്ഷയ്ക്കും. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തി വരുമ്പോഴേക്കും ഒരു പാരഗ്രാഫ് തന്നെ ഉണ്ട്. എനിക്ക് അധികം ഇങ്ങനെ ഷോർട്ടാക്കാൻ അറിയില്ല, അതുകൊണ്ടാണ്. ഇത് പേജസ് കുറേ ഉണ്ടാവും, പക്ഷെ ഞാൻ കഴിയുന്ന അത്രയും ഞാൻ ഷോർട്ടാക്കിയിട്ടാണ് ഉള്ളത് ഇത്. അപ്പോൾ അതെല്ലാവർക്കും സെറ്റാണെന്ന് വിചാരിക്കുന്നു. ഇനി എനിക്ക് IITയുടെ നോട്ട് കംപ്ലീറ്റ് ആക്കാനുണ്ട്. ഞാൻ ഇന്ന് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഇന്നാണ് ആ നോട്ടൊക്കെ കൊടുത്തത്. അപ്പോൾ ഞാൻ ഫ്രണ്ടിനോട് ചോദിച്ചു നോട്ട് അയച്ചു തരാൻ. അങ്ങനെ അവൾ നോട്ട് അയച്ചു തന്നു. അതാണ് ഞാനിപ്പോൾ ഇരുന്ന് എഴുതുന്നത്.
ഒരു 12 മണിയൊക്കെ ആയിട്ട് ഞാൻ ഈ നോട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോഴേക്കും. പിന്നെ നമ്മൾ 1800 സബ്സ്ക്രൈബേഴ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് നമുക്ക് 2K അടിക്കണ്ടേ. അപ്പോൾ ഇന്നത്തേക്ക് എത്രയുള്ളൂ. ടാറ്റാ ബൈ, സീ യു.